നമസ്കാരം പ്രൊഫസർ എ.ജെ. ജോർജ്. നമസ്കാരം. ABC മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഈ ശിശുക്ഷേമ സമിതി എന്നൊരു വിഭാഗമുണ്ട്, കേരളത്തിലൊരു വകുപ്പുണ്ട്. ശിശുക്കളുടെ ക്ഷേമം, അത് പ്രത്യേകിച്ച് അനാഥരായിട്ടുള്ള കുട്ടികൾ, അവരുടെ സംരക്ഷണമാണ്. പക്ഷെ അവർക്ക് ഇപ്പോൾ സംരക്ഷണമല്ല കിട്ടുന്നത്, മറിച്ച് പലതരത്തിലുള്ള പീഡനമാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ്. ഇത് പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഈ വകുപ്പിന് പേര് തന്നെ നൽകിയിരിക്കുന്നത്? ഇത് വലിയൊരു ക്രിമിനൽ കുറ്റം തന്നെയല്ലേ അവിടെ നടക്കുന്നത്? വിജയാതെ കാട്ടിലെ ക്രൂര മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ 3 മനുഷ്യ കോലങ്ങൾ കാട്ടിയ അതിക്രൂരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് കേരളം ആകമാനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വിജയനാഥ് സൂചിപ്പിച്ചതുപോലെ ഇത് ശിശു സംരക്ഷണ സമിതി എന്ന പേര് മാറ്റി ശിശു പീഡന സമിതി എന്നാക്കുന്നത് ഉചിതമായിരിക്കും എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ വൈരുദ്ധ്യം, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്, ഇതേതെങ്കിലും കേരളത്തിലെ ഉൾഗ്രാമങ്ങളിലോ കാട്ടുപ്രദേശങ്ങളിലോ നടന്ന സംഭവമല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാർ താമസിക്കുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ മന്ദിരങ്ങളുടെ വെളിപ്പാടകല് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ക്രൂരമായ സംഭവമായി പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ശിശു സംരക്ഷണ സമിതി എന്ന് പറയുന്നത് കേരള നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സമിതിയാണ്. അതിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് അനാഥരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ബോധപൂർവമോ അല്ലാതെയോ ഉപേക്ഷിക്കുന്നതായ പിഞ്ചു കുട്ടികളെയും ഏറ്റെടുത്ത് സംരക്ഷിക്കുക എന്നതാണ് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അവകാശം അല്ലെങ്കിൽ അധികാരം. എന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെയേറെ ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ കാണേണ്ടത്. അതിന്റെ പരമപ്രധാനമായ കാര്യം, CPMന്റെ നിയന്ത്രണത്തിലുള്ള പൊതുവെ ഇതുള്ള സർക്കാരിന്റെ സമിതികളിൽ പോലും പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന പട്ടിക അനുസരിച്ചാണ് നിയമനം നടക്കുന്നത്. ഈ ശിശുക്ഷേമ സമിതി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അവിടെ ചേർന്നിരിക്കുന്ന അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സെക്രട്ടറിയാണ് അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതിനകത്ത് മറ്റൊരു വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്ന, ഈ സമിതിയുടെ പ്രാധാന്യം വളരെ ഉള്ളത് കൊണ്ട് ഈ സമിതിയുടെ അധ്യക്ഷൻ സാക്ഷാൽ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ഒരു സമിതിയിലാണ് ഈ തരത്തിൽ ക്രൂരമായ സംഗതികൾ നടന്നിരിക്കുന്നത് എന്നത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം വല്ലാതെ വർദ്ധിപ്പിക്കുന്നു. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്നലെ എന്താണ് അവിടെ സംഭവിച്ചത്? വെറും 2.5 വയസ്സായിട്ടുള്ള ഒരു കൊച്ചുകുട്ടി കിടന്ന പായിൽ മൂത്രമൊഴിച്ചു എന്ന ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒന്ന് ആലോചിക്കണം. 2.5 വയസ്സായ കുട്ടിയാണ് എന്ന് ഓർക്കണം. ആ കുട്ടി കിടന്ന പായിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മൃഗത്തെ പോലും ലജ്ജിപ്പിക്കുന്ന 3 മനുഷ്യക്കോലങ്ങളായ ആയമാർ. ഈ ആയമാർ എന്ന് പറയുന്നത് 40-45 വയസ്സിന് മുകളിലുള്ളവരാണ്. അവർക്ക് മക്കളുണ്ട് എന്ന് നമ്മൾ കരുതണം. ഈ ആയമാർ ഈ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച് അതിനെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന വാർത്ത സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അങ്ങനെ അതിന് കൂട്ടുനിന്ന ഒരാളല്ല, 3 ആയമാരെയാണ് ഇന്നലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ലോക്കപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എത്ര ദയനീയമായ ഒരു ചിത്രമാണ്. അവിടെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 6 വയസ്സിൽ താഴെയുള്ള 98 കുട്ടികൾ അവിടെ പാർക്കുന്നുണ്ട്. അത് പലപ്പോഴും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളം മുഴുവനല്ല, ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു സംവിധാനമാണ് ഈ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നത്. കാരണം പിതൃത്വം കൃത്യമായി അറിയാൻ വയ്യാത്ത രീതിയിൽ വളരുന്ന കുട്ടികൾ, ഈ അമ്മമാർ ഏതെങ്കിലും തരത്തിലുള്ള അവിഹിത ബന്ധത്തിലൂടെ ഒക്കെ ഉണ്ടാകുന്ന കുട്ടികളാണെങ്കിൽ അവരെ ഉപേക്ഷിക്കാനായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് അമ്മത്തൊട്ടിൽ. അമ്മത്തൊട്ടിൽ കുട്ടിയെ ഉപേക്ഷിച്ചാൽ ജനിച്ചു കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം ഉപേക്ഷിച്ച് അവർ ഈ ശിശുക്ഷേമ സമിതിയാണ് ഈ കുട്ടികളെ ഏറ്റെടുത്ത് ആർക്കെങ്കിലും താല്പര്യമുള്ളപ്പോൾ സമയമനുസരിച്ച് നിയമമനുസരിച്ച് ദത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏതാണ്ട് 98 കുട്ടികൾ ഇന്ന് അവിടെ പാർക്കുന്നുണ്ട്. അതിനുപരിയായിട്ടാണ്
അനാഥരായിട്ടുള്ള മാതാപിതാക്കൾ ആരെന്നറിയാത്ത 6 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ ഏതാണ്ട് 49 പേർ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വലിപ്പം ഒന്ന് ആലോചിക്കണം. ഇത്രയും കുട്ടികളെ സംരക്ഷിക്കാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് 103 ആയമാരാണ്. അപ്പോൾ ഏതാണ്ട് ഒരു കുട്ടിക്ക് ഒരു ആയ എന്ന മട്ടിൽ ഏകദേശം ഉണ്ടെന്ന് ഓർക്കണം. ഇനി 103 ആയമാരുടെ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് ഇതിനകത്തുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ കാണുന്നത്. കാരണം ആയമാരെ നിയമിക്കുന്നതിന് പ്രത്യേകമായ ചട്ടങ്ങൾ ഒന്നുമില്ല. അതിന് പരീക്ഷാ യോഗ്യതയോ അല്ലെങ്കിൽ ശിശുക്കളെ സംരക്ഷിക്കുന്നതിന് എന്തെങ്കിലും പ്രായോഗിക പരിശീലനമോ അവർ ഒരു കാലത്ത് നേടിയിട്ടുള്ളവരല്ല. ആക്ഷരികമായി പാർട്ടി ഓഫീസിലെ നേതാക്കന്മാർ കൊടുക്കുന്ന പട്ടിക അനുസരിച്ചാണ് ദിവസവേതനത്തിലാണെങ്കിൽ പോലും വർഷങ്ങളോളം ഈ ആയമാർ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ വിചിത്രമായ സംഭവം, ഇപ്പോൾ പിടിക്കപ്പെട്ട ഒരു ആയ ഇതുപോലെ മുൻപും ഈ ക്രൂരതയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട് അവരെ ഈ സമിതിയിൽ നിന്ന് ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റിയതാണ്. എന്നിട്ട് അവർ തിരിച്ചു വന്നത് എങ്ങനെയാണ്? അവരുടെ ഭർത്താവ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക സംഘടനയുടെ ഭാരവാഹിയാണ്. അതായത് ജനറൽ ഹോസ്പിറ്റലിലെ തൊഴിലാളികളുടെ നേതാവായിരിക്കുന്ന ഒരു പ്രവർത്തകന്റെ ഭാര്യയാണ് ഈ പറഞ്ഞ ശിക്ഷാ നടപടിക്ക് വിധേയമായി. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവരെ മടക്കി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. അപ്പോൾ നോക്കണം, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനകത്ത് നടത്തുന്നതായിട്ടുള്ള ഈ തരത്തിലുള്ള അധർമ്മ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലം കൂടിയാണ് ഇതെന്ന് കാണണം. അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ DYFIയിലും SFIയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. അതിന്റെ ഏറ്റവും വലിയ മറ്റൊരു ഭയാനകമായ വാർത്ത എന്ന് തന്നെ പറയട്ടെ, അവിടുത്തെ തൊഴിലാളി യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു കൊലക്കേസിലെ പ്രതിയാണ്. അതായത് BJPയിലെ ഒരാളിനെ കൊന്നതിന്റെ പേരിൽ കൊലക്കുറ്റത്തിന് ചാർജ് ചെയ്യപ്പെട്ട കേസിലെ ഒരു പ്രതിയാണ് അവിടുത്തെ തൊഴിലാളി യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലോകത്തെക്കുറിച്ചൊന്ന് ആലോചിക്കണം. നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പരിസരത്തിലല്ലേ ഈ കുട്ടികൾ വളരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പ്രസിഡന്റായ മന്ദിരങ്ങളിൽ നിന്ന് വെളിപ്പാട് അകലെയുള്ള ഈ ഒരു സ്ഥാപനത്തിൽ ഇത്രയും ക്രൂരത നടക്കുമ്പോൾ ഇതിന് തക്കതായ പരിഹാരം കാണാനായി ഗവൺമെന്റോ ഇതിന് മേൽനോട്ടം കൊടുക്കുന്നവരോ ഇപ്പോഴും ഇടപെടുന്നില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം. ഇത് യാദർശികമായി പുറത്തു വന്നപ്പോൾ ഇപ്പോൾ പറയുകയാണ്, ഞങ്ങൾ അവരുടെ പേരിൽ നടപടിയെടുത്തിരിക്കുന്നു, പോലീസിൽ കേസ് കൊടുത്തിരിക്കുന്നു, ഞങ്ങൾ കുറെ ആളുകളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഈ സസ്പെൻഷൻ എന്ന് പറയുന്നതിനൊരു വലിയ ആഭാസം, പരിഹാസമാണ്. നമ്മളിപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നുള്ള വാർത്ത വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചെടുക്കപ്പെടും. നമ്മളാരും അറിയുന്നില്ല. അപ്പോൾ ഈ സസ്പെൻഷൻ എന്ന് പറയുന്ന അപഹാസ്യ നാടകങ്ങളൊക്കെ കാട്ടി പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്ന ബോധപൂർവമായ ആസൂത്രിതമായ നീക്കവും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് കാണണം. ആകെ കൂടി പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തെ ഈ തരത്തിലേക്ക് നശിപ്പിച്ചത് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കൊണ്ടും ഫാസിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ശിശുക്ഷേമ സമിതിയിൽ വരുന്നതായ അനാഥരായിട്ടുള്ള ഈ കുട്ടികളെ വേണ്ട തരത്തിൽ സംരക്ഷിക്കുവാൻ പ്രായോഗിക പരിജ്ഞാനമുള്ള ആയമാരെ നിയമിക്കുക എന്ന വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിയമം നടപ്പിലാക്കാൻ സർക്കാർ ഇനിയെങ്കിലും വൈകാതെ ശ്രമിക്കണം. ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ആളുകൾ ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാതെ അവർ സമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇതിന് പരിഹാര ക്രിയകൾ ഫലപ്രദമായി എടുക്കാനുള്ള നടപടികളും സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ സമിതിയിലുള്ള വിശ്വാസം പൊതുസമൂഹത്തിന് നിലനിർത്താനായി സാധിക്കുകയുള്ളൂ. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ തരത്തിൽ മൃഗീയമായി ഉപദ്രവിക്കുന്ന ഈ മനുഷ്യ കോലങ്ങളെ, കാപാലിക സ്വഭാവമുള്ള ആളുകളെ, മൃഗീയ സ്വഭാവമുള്ളവരെ ഒരു നിമിഷം പോലും ഈ സ്ഥാപനത്തിൽ വെച്ചിരിക്കാൻ പാടില്ല. ക്രിമിനൽ കുറ്റവാളികൾ എന്ന രീതിയിൽ അവരുടെ മേൽ കുറ്റം ചാർത്തി ശിക്ഷിക്കണം. കൂട്ടത്തിൽ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഇവിടെ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനുണ്ട്. അടിയന്തരമായി അവർ ഇക്കാര്യത്തിൽ ഇടപെടണം. ഇതുവരെ അവരിടപെട്ടതായി കാണുന്നില്ല. ഇതെല്ലാം ഈ ദൂഷിത വലയത്തിന്റെ അംശങ്ങളാണ്. ഈ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കമ്മീഷനുകൾ പാർട്ടി നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടെങ്കിൽ എന്ത് ക്രൂരതയും കാണിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു സാമൂഹിക സ്ഥിതിയിലേക്ക് നമ്മുടെ ഈ സാക്ഷരത കേരളം പോകുന്നു എന്നുള്ളത് നമ്മെ ഏറെ വേദനിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.